നമസ്കാരം. ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ അറിയുക എന്നത് ജനങ്ങളുടെ അവകാശമാണ്. നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ അടിത്തട്ടിലെ ജനകീയമായ അധികാര കേന്ദ്രം കൂടിയാണ് ഗ്രാമപഞ്ചായത്തുകൾ. എന്തുതരം വികസനമാണ് ഓരോ പഞ്ചായത്തും തങ്ങളുടെ പരിധിയിലുള്ള ജനത്തിന് നൽകുന്നത് എന്നത് പരമപ്രധാനവുമാണ്. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ന്യൂസ് ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, വരും കാല പദ്ധതികൾ എന്തൊക്കെയെന്നെല്ലാം പറയും. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങളും വിശേഷങ്ങളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദുരന്തത്തെ കേരളക്കര ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിച്ച നാട് വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായ ആഘാതം ഇന്നും കേരളത്തെ വിട്ടുമാറിയിട്ടില്ല. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ നിരന്തരം പോരാടുന്ന വയനാട് ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതിയിലാണ്. ഇന്ന് വയനാടിന്റെ മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുക, കാർഷിക മേഖലയിലെ ഉന്നമനം, പാർപ്പിട നിർമ്മാണ പദ്ധതിയിലടക്കം സജീവമാണ് പടിഞ്ഞാറത്തറ പഞ്ചായത്ത്. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലനുണ്ട്. ശ്രീ ബാലൻ, നമസ്കാരം. ഈ ഒരു ഭരണ കാലയളവിൽ എത്രത്തോളം പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു? ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒറ്റനോട്ടത്തിൽ എങ്ങനെ വിലയിരുത്താനാകും? നമസ്കാരം. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലനാണ്. വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാർഷിക മേഖലയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് വയനാട്. നമുക്കറിയാം, വയനാട്ടിലുണ്ടായിരുന്ന മേപ്പാടി ഉണ്ടായിരുന്ന ദുരിതമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസവും പ്രതിസന്ധിയിലും കടന്നുപോയ ഒരു സാഹചര്യമായിരുന്നു. ഞങ്ങളുടെ ഭരണസമിതിയുടെ 4.5 വർഷത്തെ കാലാവധിക്കുള്ളിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആരോഗ്യ മേഖലയിൽ, കാർഷിക മേഖലയിൽ പാവപ്പെട്ട വീടില്ലാത്ത വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പടിഞ്ഞാറത്തറ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന എർത്ത് ഡാമുള്ള ഒരു പഞ്ചായത്താണ് പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത്. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഒട്ടേറെ ടൂറിസ്റ്റുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ഇപ്പോൾ നമ്മുടെ മേപ്പാടി ഉണ്ടായ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ടൂറിസ്റ്റുകളുടെ വരവ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് മേക്കപ്പ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുമ്പോൾ എല്ലാ വാർഡുകളിലും ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വാർഡുകളിലും MCF നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൂടാതെ മുഴുവൻ വീടുകളിലും ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വേണ്ടി വാതിൽപ്പടി സേവനം ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ശ്രീ ബാലൻ, പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിലാണ് ഊന്നൽ നൽകുന്നത്. അതുപോലെ തന്നെ വയനാട് ജില്ല ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് കടുവയുടെ ആക്രമണത്തിൽ രാധ എന്നൊരു സ്ത്രീ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ ഭീതിയോടെ കഴിയുന്ന ജനങ്ങൾ, പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ചില വാർഡുകൾ ഏരിയയിലാണ് നമുക്ക് ഫോറസ്റ്റുമായി ടച്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മുടെ വയനാട്ടിൽ ഉണ്ടായിരുന്നപ്പോ നമുക്കറിയാം, ഇപ്പൊ മാനന്തവാടി, അതേപോലെ പിന്നെ സുൽത്താൻ ബത്തേരി, അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ വലിയ വന്യമൃഗ ശല്യം ഉണ്ടാവുമ്പോഴും പടിഞ്ഞാറത്തറയിൽ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പരിധി വരെ മൃഗങ്ങളുടെ ശല്യം ഞങ്ങൾക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫെൻസിങ്, സോളാർ ഫെൻസിങ് പോലുള്ള കഴിഞ്ഞ ഈ 1-2 മാസങ്ങൾക്ക് മുമ്പ് ആനയുടെ ശല്യം വളരെ രൂക്ഷമായിരുന്നു.
പല കൃഷിക്കാരുടെയും കൃഷിയിടങ്ങളിൽ വന്ന് കണ്ടമാനം കൃഷി നശിപ്പിക്കുകയും അതൊക്കെ ചെയ്തിട്ടെങ്കിൽ പോലും നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായി ചർച്ച ചെയ്തുകൊണ്ട് ത്രിതല പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംയുക്ത പ്രോജക്റ്റ് വെച്ചുകൊണ്ട് സോളാർ ഫെൻസിംഗ് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ് പഞ്ചായത്ത് ഇതൊക്കെ അതിജീവിച്ച് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചത്? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടുമ്പോൾ സാധാരണക്കാരുടെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, ജനപ്രതിനിധികൾ പ്രത്യേകിച്ചും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാറ്. ജനങ്ങളുടെ വിഷയം സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളൊരു വിഷയം വരുമ്പോൾ ജനങ്ങൾ വയലന്റ് ആകുന്നത് സ്വാഭാവികമാണല്ലോ. നമുക്കറിയാം, ഇപ്പൊ മാനന്തവാടി ഉണ്ടായ സംഭവം കണ്ടില്ല നിങ്ങൾ? തീർച്ചയായും പ്രധാനമായിട്ടും കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള ജനങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. കാർഷിക മേഖലയിൽ അടക്കം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നതല്ലേ? കാർഷിക മേഖലയ്ക്ക് പടിഞ്ഞാറത്തറ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നെൽകൃഷിക്കായിരുന്നു. ആ നെൽകൃഷിക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ അത് ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ സബ്സിഡി നിരക്കിൽ കർഷകരെ സഹായിക്കുന്നൊരു പ്രയോറിറ്റിയുമായിട്ടാണ് ഇപ്പൊ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അത് വളരെ നല്ല രീതിയിൽ ത്രിതല പഞ്ചായത്തിന് ബാധിക്കുന്നുണ്ട്. ഈ ഗ്രാമീണ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് കുടിവെള്ളക്ഷാമം എന്ന് പറയുന്നത്. പഞ്ചായത്ത് ഏതൊക്കെ തരത്തിലുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇതൊരു ശാശ്വത പരിഹാരം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇനി വേനൽക്കാലമാണ്, കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജലജീവൻ പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജലജീവൻ പദ്ധതി സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ അവരുടെ വിഹിതം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷെ കോടിക്കണക്കിന് രൂപ സെൻട്രൽ ഗവൺമെന്റിന്റെ പൈസ എടുത്ത കരാറുകാർക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് വർക്കുകളൊക്കെ പാതി വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ വരൾച്ച രൂക്ഷമാകുമ്പോൾ കുടിവെള്ളത്തിന് ഞങ്ങൾ മുൻകൂട്ടി തന്നെ പദ്ധതിയിൽ പണം പകർത്തിക്കൊണ്ടാണ്, പൈസ പ്രോജക്റ്റിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വീടുകളിൽ മുഴുവനും അതേപോലെ സ്കൂളുകളിൽ ക്യാമ്പസുകളിൽ പോലും വെള്ളം ഇറക്കി കൊടുക്കാറുള്ളത്. ഈ പിന്നാക്ക വിഭാഗക്കായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? വാർഡുകളിലൊക്കെ ചിലയിടങ്ങളിൽ പിന്നാക്ക വിഭാഗക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേമ പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും കൂടുതൽ നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. നമ്മളെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ ഘടക സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും ഉള്ള അതേപോലെയുള്ള സ്കൂളിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. അതേപോലെ നമുക്കറിയാം, ഗോത്രസാരഥി, കഴിഞ്ഞ കാലങ്ങളിൽ ഗോത്രസാരഥി പട്ടികവർഗ കോളനികളിൽ നിന്നും വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗോത്രസാരഥി എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങുകയും ആ പദ്ധതി കംപ്ലീറ്റ് ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികളെ ഒഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടി വീടുകൾക്ക് നിന്ന് അവർക്ക് വാഹനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വിദ്യാലയങ്ങൾക്ക് എത്തിക്കാറുള്ളത്. അതേപോലെ പാവപ്പെട്ട ST കോളനികൾക്ക് നമുക്കറിയാം, പഞ്ചായത്തിന്റെയും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി MP ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രത്യേക ഒരു പ്രോജക്റ്റ് തന്നെ വെച്ചിരുന്നു. വീടുകളിൽ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി 500 ലിറ്ററിന്റെ ടാങ്ക് വീടുകൾക്ക് മുഴുവനും വിതരണം ചെയ്യാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു, ഒരു കൂട്ടായ്മ പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത്, പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഏതൊക്കെ രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? കുടുംബശ്രീ അടക്കമുള്ള പദ്ധതികളുണ്ട്. ഈ ഒരു കുടുംബശ്രീ അടക്കമുള്ള പദ്ധതിയിലും സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതികളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഈ സ്ത്രീകളെ നമുക്കറിയാലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മേഖലയിലും അവര് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പേ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു തണ്ണിമത്തൻ കൃഷി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അവരുടെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ യൂണിറ്റുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രോജക്റ്റ് ഈ വാർഷിക പദ്ധതിയിൽ നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും സാധ്യത കൂടുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല. പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ടൂറിസം വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്?
ടൂറിസം ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഹൈഡൽ ടൂറിസം ആണ്. KSEBിന്റെ അണ്ടറിലാണ് ആ ടൂറിസം. പിന്നെ ഉള്ളത് ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഫോറസ്റ്റിന്റെ അണ്ടറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് ഞങ്ങൾ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. കാരണം പഞ്ചായത്തുമായി കൊണ്ട് ഡയറക്റ്റ് ഞങ്ങൾക്ക് ഫണ്ട് വെച്ച് കൊടുത്തിട്ട് ചെയ്യാൻ കഴിയാത്തൊരു പ്രയാസമുണ്ട്. പരമാവധി പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ എത്രത്തോളം നല്ല രീതിയിൽ അവരെ പിന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം. ഈ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ക്യാമ്പുകൾ, അത് സംബന്ധിച്ചുള്ള ഉപകരണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് പുരോഗമിക്കുന്നത്? ഭിന്നശേഷി കുട്ടികൾക്കുള്ള നമുക്കറിയാം, ഭിന്നശേഷി കുട്ടികൾക്ക് സർക്കാരും പിന്നെ അതേപോലെ പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് അവർക്ക് ഗ്രാന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ അവർക്കുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭിന്നശേഷി കുട്ടിയുടെ കലോത്സവം വളരെ മനോഹരമായ രീതിയിൽ 1-ാം തീയതി രാവിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് 1-ാം തീയതി രാവിലെ കുട്ടികളുടെ കലോത്സവം തുടങ്ങാൻ പോവുകയാണ്. അതേപോലെ ഭിന്നശേഷിക്കാരുടെ കലോത്സവം കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് വളരെ നല്ല രീതിയിൽ മുഴുവൻ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ കലോത്സവം നടത്തി. പക്ഷേ ചില പ്രോജക്റ്റുകൾ വെക്കുമ്പോൾ അത് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ചില പ്രോജക്റ്റുകൾ നമുക്ക് നടപ്പിലാക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നങ്ങളുണ്ട്. ഈ മാലിന്യ സംസ്കരണ രംഗത്ത് നടത്തിയ നൂതനമായിട്ടുള്ള പദ്ധതികൾ, MCF പോലുള്ള പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്? മാലിന്യ സംസ്കരണം നമുക്കറിയാം. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുമ്പോൾ മാലിന്യ സംസ്കരണം പഞ്ചായത്തിനെ മാത്രം അടിച്ചേൽപ്പിക്കാതെ മാലിന്യ സംസ്കരണം എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഇതെല്ലാം പഞ്ചായത്തിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ പഞ്ചായത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങളുടെ മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി ഞങ്ങളിപ്പം വലിയൊരു തുക മുടക്കിക്കൊണ്ട് MCF നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനി MCF നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാർഡുകളിലും ചെറിയ MCFകൾ ഞങ്ങൾ വാർഡില് പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. ചില വാർഡുകളിൽ ഇപ്പോൾ നിലവിൽ MCF ഉണ്ട് എങ്കിൽ പോലും നല്ല രീതിയിൽ റിജക്ട് വേസ്റ്റും ഇതെല്ലാം കൂടി തരം തിരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പ്രധാനമായിട്ടും അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നമാണ് പാർപ്പിട സൗകര്യം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? 200-ലധികം വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് പഞ്ചായത്ത് PMYA പദ്ധതി പ്രകാരം. ഈ ഒരു പദ്ധതിയൊക്കെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ വീടിന് കാലാകാലങ്ങളായിട്ട് വീടില്ലാതെ ഇപ്പോൾ ഷെഡ് കെട്ടിക്കൂടുന്ന ആൾക്കാരുണ്ട്. അത് ജനറൽ വിഭാഗത്തിലുണ്ട്, SC വിഭാഗത്തിലുണ്ട്, ST വിഭാഗത്തിലുണ്ട്. ഈ എല്ലാ വിഭാഗക്കാർക്കും വീട് കൊടുക്കണം എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ PMAYന്റെ ലിസ്റ്റ് വന്നപ്പോഴുള്ള പ്രയാസം അതറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിൽ 200 വീട് കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ 200 വീട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണസമിതിക്ക് നല്ലൊരു അന്തസ്സും അഭിമാനത്തോടു കൂടിയും ഭരണസമിതി കാലാവധി കഴിയുമ്പോൾ ഇറങ്ങിപ്പോകാൻ കഴിയും. പക്ഷെ അതിനുള്ള വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ പൈസ മാത്രം പോരാ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം വേണം, ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം വേണം, സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതം വേണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഗഡുക്കൾ കംപ്ലീറ്റ് കൊടുത്ത് പൂർത്തീകരിച്ച് ഗുണഭോക്താവിന് യഥാർത്ഥത്തിൽ വീട് കിട്ടുള്ളൂ. നിലവിൽ ലൈഫിന്റെ വീടും അതേപോലെ തന്നെയാണുള്ളത്. നിലവിൽ ലൈഫിന്റെ വീടിലും സാമ്പത്തിക പ്രതിസന്ധിയോട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. ഉള്ള പ്രശ്നങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് അഭിമുഖീകരിക്കുമ്പോഴും ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്? ഭാവി പരിപാടികൾ എങ്ങനെയൊക്കെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ രീതിയിൽ? ഇനി പൂർത്തീകരിക്കാനുള്ള കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ 24-25 വർഷത്തെ പദ്ധതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുതിയ വർഷത്തെ ആക്ഷൻ പ്ലാനിന് രൂപം നൽകി. ആ പദ്ധതിയൊക്കെ ദ്രുതഗതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡാവട്ടെ, കുടിവെള്ളമാവട്ടെ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അതേപോലെ ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കല്, ഇതൊക്കെ കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അടക്കം നിരവധി പ്രവർത്തനങ്ങളിലൊക്കെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് ഇടപെടുന്നുണ്ട്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ ബാലൻ.